സോ ഹേ ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഗൈസ്, നമ്മൾ ഇന്ന് ബ്രെയിൻ ഔട്ട് ഗെയിം അല്ലാതെ ഒരു വെറൈറ്റി ഗെയിം കളിക്കാനാണ് പോകുന്നത്. യെസ്, നമ്മൾ ഇന്ന് സർവൈവ് ഓവർ നൈറ്റ് ഇൻ എ മെഗാ സ്റ്റോർ കളിക്കാൻ പോകുന്നത്. നമ്മൾ ഓവർ നൈറ്റ് ഒരു മെഗാ സ്റ്റോർ സർവൈവ് ചെയ്യാൻ പോവാണ്. എത്ര ദിവസം സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആസ് യു കൻ സീ എൻ്റെ മുകളിൽ ഈ രണ്ട് കാണുമ്പോൾ വേഗം ഞാൻ ഈ ഗെയിം കളിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ജസ്റ്റ് എൻ്റെ ഒരു കസിനായിട്ട് ഞാൻ ജസ്റ്റ് കളിച്ചു ഗെയിം. ആൻഡ് എനിക്ക് ഷോർട്ട് കളിച്ചത് വീഡിയോ ഇട്ടായിരുന്നു. പക്ഷെ ഇതെനിക്ക് 2 നൈറ്റൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഹാർഡാണിത് സർവൈവ് ചെയ്യാൻ കാര്യങ്ങളും. സോ നമ്മൾ ഇന്ന് പറ്റുമെങ്കിൽ എൻ്റെ റെക്കോർഡൊക്കെ ഇപ്പോൾ 2ആണ്. റെക്കോർഡ് മറികടന്ന് ഒരു 2-3 നൈറ്റ് സർവൈവ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ ഇന്ന് സർവൈവ് പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ആർ ഓട്ട് ടു 50 സബ്സ്ക്രൈബേഴ്സ്. സബ്സ്ക്രൈബർ റെഡാണ് കേക്ക് അടിച്ചു പിടിക്കുക. നമുക്ക് അതേ സമയങ്ങളിൽ എന്തെങ്കിലും കൂടി എടുക്കാം. ലെറ്റ്സ് ഡു ദിസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഗെയിമിലോട്ട് കേട്ടിട്ട് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഗെയിം. ഇതാണ് നമ്മുടെ മാളിൻ്റെ പേരെന്തുവാ? ബ്ലൂസ്. ഏത് പേരാടി? ബ്ലൂസ്. ഓക്കെ. എക്സിറ്റ് കൊടുത്തിട്ടുള്ളവർക്ക് ഇറങ്ങാൻ പറ്റും. ഓക്കെ, എൻ്റർ, ഗോ ഇൻസൈഡ്. ഓക്കെ, ബ്ലൂസ് വാസ് ജസ്റ്റ് റീസ്റ്റോക്ഡ്. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന ഞാൻ പറഞ്ഞ കേക്ക് കളിച്ചിട്ടുള്ളതാണ്. എനിക്കറിയാം നമ്മൾ ഇന്ന് നിങ്ങൾ പൊടിയുടെ പിന്നെ പുറത്തോട്ടൊക്കെ അടുത്തില്ല. എല്ലാം ഇറങ്ങാൻ പറ്റുമോ? ഓക്കെ, നമ്മുടെ മുകളിൽ കാണുന്ന ഡേ മീറ്റർ. സോ അത്രയും സമയമാണ് നമുക്ക് ഡേ ഉള്ളത്. അത് കഴിഞ്ഞ് അപ്പോൾ നൈറ്റ് ആയാൽ പണിയാണ്. സോ ഇതൊക്കെ ഇവിടെ തന്നെ ഒരു കട്ടാണ്. ഞാൻ ഇപ്പോൾ കളിച്ചാൽ ഇവിടെ ഒരു കട്ടാനുണ്ടാവും, എനിക്കറിയാവുന്നതാണ്. ആൻഡ് ഇതിനകത്ത് ഞാൻ കണ്ടുപിടിച്ചത് ഒരു ബെസ്റ്റ് ഫുഡ് സോഴ്സ് കൊണ്ട് മറ്റേ മീറ്റാണ്. ഇതിനകത്ത് ലെഗ്, ചിക്കൻ കാല് സാധനം. അതായത് ഇതിന് അത്യാവശ്യം നല്ല ഫുഡ് സോഴ്സാണ്. അതായത് നമ്മൾ ഈ ഫുഡൊക്കെ എടുത്തേക്കാം. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ബ്ലോക്സിക്കോള അവിടെ എനർജി കിട്ടണമെങ്കിൽ തന്നെയാണ്. നമ്മൾ അധികം നേരം സ്പ്രിൻറ്റ് ചെയ്താൽ പണി. സോ നമ്മൾ ആദ്യത്തെ 2 ദിവസമൊക്കെ നമ്മൾ ബേസ് ബിൽഡ് സർവൈവ് ചെയ്യുമ്പോൾ ബട്ട് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ കസിൻ വെച്ചൊരു ഐഡിയ ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കണം. സ്ഥലം എവിടെയാണെന്നൊരു ഇവിടെ ഇല്ല, അതിൻ്റെ ബാക്കിലെങ്ങാണ്ടാണ്. ചിക്കൻ കളി ഇതാണ് ഞാൻ പറഞ്ഞത്. അത് അത്യാവശ്യം ബെസ്റ്റ് ഫുഡ് സോഴ്സാണ്. നമുക്ക് തൽക്കാലം ഫുഡ് മൊത്തം എടുക്കാൻ. ഞാൻ ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കളിക്കുമ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാം. യെസ്, കമോൺ. ഓക്കെ എത്തി. എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട് ഈ വീഡിയോ. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത്ര ഫുഡൊക്കെ ഇട്ടിട്ട് നമുക്കിത് ബ്ലോക്ക് ചെയ്യണം. പക്ഷെ ഇപ്പോൾ എന്താ നമുക്ക് സമയമില്ല. ഇപ്പോൾ രാത്രി അവരെ നമുക്ക് സമയമില്ല, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ നൈറ്റ് നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാതെ സർവൈവ് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഞാൻ പൊട്ടറാണ്, ഞാൻ ഫ്ലാഷ് എടുത്തില്ല. ഫ്ലാഷ് ഇത് ഡ്രോപ്പ് ഉണ്ട്, കഴിച്ചേക്കാം. ഓക്കെ, ഈ നൈറ്റ് നമ്മൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ സർവൈവ് ചെയ്യണം. ചെയ്യാനുള്ള സമയം നമുക്കില്ല. ഈ ബോക്സ് വെച്ച് നമ്മളത് ബ്ലോക്ക് ചെയ്യണം. അത് നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് രാത്രി പരിപാടിയൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഒന്നും ചെയ്യാതെ അതിൻ്റെ അത് സർവൈവ് ചെയ്താൽ മതി. പെട്ടെന്ന് ചെയ്യണം. എംപ്ലോയീസൊക്കെ പെട്ടെന്ന് കാര്യം നമുക്ക് പണിയാം. അപ്പോൾ താഴെ ഇവിടെ ഇല്ല, നിങ്ങളുടെ താഴെ അതുപോലത്തെ ഇവിടെയും വെച്ച് മുകളിലും ഒരു 2 കൂടെ വെച്ചായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ രാത്രി കഴിഞ്ഞ് മേബി ഇരിക്കും പെട്ടെന്ന് പറ്റും. വയസ്സൊന്നും കാണുന്നില്ല. ഓക്കെ, സർവൈവ് പറ്റുമോ? അവിടെ കൂടെ എംപ്ലോയീസിനെ കയറി വരാൻ പറ്റുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല. പറ്റിയ ശരിക്കും നല്ലതായിരിക്കും. നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് തീർക്കണ്ട, കട്ടന കൈ പിടിച്ചെന്ന് കേൾക്കാം. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും കയറി വരാം. ഓക്കെ, റൂട്ടിൽ കൂടെ നോക്കുക. ചെറിയ സാരിയില്ലെന്ന് തോന്നുന്നു, ആരും കണ്ടിട്ടില്ല. ഇവിടെ ഒക്കോടത്തോടെങ്കിൽ ജസ്റ്റ് ചാടി ഇറങ്ങിയാൽ മതി. അയ്യോ കയറത്തില്ല. ഇറക്കാനേ പറ്റത്തുള്ളൂ, കയറാൻ പറ്റത്തില്ല.
പിക്കപ്പ് ഇട്ട് വരണം കേട്ടോ. ഇല്ല പണി. ഓക്കെ ഇപ്പം രാവിലെ കേട്ടോ. സർവൈവ് ചെയ്യാം. ചെറിയ കൂട്ടൊക്കെ കയറാൻ പറ്റും. ഇത് നോക്കാം വഴി വരുന്നുണ്ടോന്ന്. പിക്ക് രാവിലെ ആകുമ്പോൾ അത് മാറ്റി. ഇത് ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ് എൻ്റെ അടുത്ത് നിന്നാണ്. ഓക്കെ രാവിലത്തെ പരിപാടി പ്രത്യേകമില്ല. നമുക്ക് ക്രാഫ്റ്റ് എടുത്ത് നോക്കണം. ക്രാഫ്റ്റ് ഈ ബാക്ക് പാക്ക് ക്രാഫ്റ്റ് ഉണ്ടായാൽ നമുക്ക് 3 ഈ സാധനം വേണം. അതാണ് നമ്മൾ പോകാൻ പോകണം. നമ്മൾ ഈ സ്ഥലം മറക്കാൻ മതി. എനിക്ക് എനർജി ഭയങ്കര ഒരുപാട് ആയിക്കോട്ടെ കഴിച്ചു. ഓക്കെ നമുക്ക് കുറച്ച് നമ്മുടെ ഫുഡ് സോഴ്സ് താൽക്കാലികമായി ചെയ്തുകൊണ്ട് കുറച്ച് ഫുഡ് സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ വന്നുകൊണ്ട് ഇവിടെ ഒരു ബർഗർ ഉണ്ട്. ബർഗർ ഇപ്പോൾ ഇവൻ വിഷയമായിട്ട് ഇവൻ്റേതൊക്കെ ഒരു 2 അടി 3 അടി മതി. അവൻ്റെ തന്നെ 5 അടിയാണ് സാധാ എംപ്ലോയീസിൻ്റെ. ഇവൻ്റെ 2 അടി 3 അടി അവൻ സൂക്ഷിക്കണം. സോ അവൻ്റെ കണിപ്പിടാൻ നമ്മൾ സൂക്ഷിക്കണം. അല്ല സോട്ടോ എങ്കോ അടിക്കുന്നത്. ഓക്കെ ഓക്കെ ഇത് വെച്ചാൽ ഒരു 5 nights അറ്റ്ലീസ്റ്റ് സർവൈവലാണ്. ഗെറ്റ് മിസ് ചെയ്യും പക്ഷേ ടോക്കണില്ല. ഓക്കെ ഓൾമോസ്റ്റ് അറിയാം. സീനില്ല. ഒരു ബർഗർ കൊടുത്ത് കൈ പിടിച്ചേക്കാം തൽക്കാലത്തേക്ക്. അത് നന്നാക്കാം. എനർജി കുറവാണ്. നമുക്ക് പറ്റുമെങ്കിൽ ആ ലെഗ് പീസ് കൊണ്ട് കഴിയും. കാരണം അത്യാവശ്യം നല്ലോണം ഹെൽത്ത് കിട്ടും. ഒരു ഹോട്ട് ഡോഗ് ഇപ്പം ഉണ്ടാക്കിയെടുക്കാം തൽക്കാലത്തേക്ക് ഇരിക്കട്ട്. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നതാണ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ. അത് മാത്രമല്ല ലെഗ് പീസ് കിട്ടുവാണെങ്കിൽ അതും അത്ര നല്ലത് അറിയാമല്ലോ. പക്ഷേ കിട്ടുന്നില്ല. അങ്ങനെ കിട്ടത്തില്ല. ഒന്നും കിട്ടത്തില്ല. ഈ കുന്തോകൊണ്ട് ഫ്ലാഷ് നമ്മൾ ഫ്രണ്ട് എത്തിയ രാത്രിയാവാം. അത് ഇനി അതെന്തിനാ ഇവിടെ സേഫല്ല. പ്ലീസ് ആ മസാലമെല്ലാം വന്നിരുന്നെങ്കിൽ തേങ്ങേനെ. കേസ് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ രാത്രി ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് cut it out. Guys, we are back and നമ്മൾ സക്സസ്ഫുള്ളി അതായിരിക്കുകയാണ്. നമ്മൾ ഈ നൈറ്റ് നമ്മൾ അങ്ങനെ നിൽക്കുന്നില്ല അറിയാമല്ലോ. നമ്മൾ ഈ നൈറ്റ് നമ്മൾ സർവൈവ് ചെയ്യാൻ പോകണം. ഈ നൈറ്റ് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു പൊളിയും ഗൈസ്. പക്ഷെ അവിടെ കട്ടാനയുടെ ഇത് വരും ഗൈസ്, ഡ്യൂറബിലിറ്റി. അപ്പോൾ പറ്റുമെങ്കിൽ ഒരു കട്ടാനെ കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു കട്ടാന യൂസ് ചെയ്യാമല്ലോ. ഈ കട്ടാന ഡ്യൂറബിലിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് വെച്ച് ഇത് വേണം ചെയ്യാൻ പോവാം. ഫുഡൊക്കെ കണ്ടുപിടിക്കണം. എനർജി ഭയങ്കരമാണ്. ഓക്കെ ഇപ്പോൾ എനർജി ഫുള്ളായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതുപോലെ നമുക്ക് ഇനിയും വേണം. ഓക്കെ നമുക്ക് ഇനിയും ഫുഡ് കഴിക്കണം. ആൻഡ് പറ്റുമെങ്കിൽ ഒരു കട്ടാനെ കൂടെ കണ്ടുപിടിക്കണം. അത് കിട്ടിയാൽ അടിപൊളിയായിരിക്കും. പൊളി. ആൻഡ് ഇതാണ് ഞാൻ അത്യാവശ്യം കൂടുതലും പോയിട്ടുണ്ട്. ഇതാക്കും 3 ഇതല്ലേ എനിക്ക് വേണ്ടത്. ക്രാഫ്റ്റ് ചെയ്യാൻ ഇതാണ് എനിക്ക് വേണ്ടത്. ഇതൊക്കെ തൽക്കാലത്തേക്ക് നമ്മൾ ഉണ്ടാക്കാം. ഫുഡുണ്ട്. ഫുഡല്ലേ നമുക്ക് വേണ്ടത് കട്ടാന. അത്യാവശ്യം ബിഗ് ഫ്ലാഷ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യാം. ബെറ്റർ ഫ്ലാഷ് ആയിട്ടാണ് കാരണം അത് തീർന്നല്ല. അതിനെ പോലെ അല്ല ഇരിക്കുന്നത്. സോ ഐ തിങ്ക് ഒരു കട്ടാനയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ല. കട്ടാനില്ല. ഒത്തിരി കട്ടാനയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ
ഒരു കട്ടാന ഒരു കട്ടാന ഒരു കട്ടാന കിട്ടിയത്. നമുക്ക് തിരിച്ചാൽ ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് വഴിയറിയതില്ല. ഇത് ഓക്കെ അതുപോലെ നമുക്ക് യുമ്മയുടെ ഇതിൽ മാറി നിൽക്കാം. തിരിച്ചുകൊണ്ട് വഴിയറിയത്തില്ല ഗൈസ്. പെട്ടു ഞാൻ ബേസിനോട് പറ്റിയാലുണ്ട്. കാരണം യുമ്മയുടെ മാറിക്കാം. തിരിച്ചുകൊണ്ട് വഴിയറിയത്തില്ല. തിരിച്ചുകൊണ്ട് വഴിയറിയത്തില്ല. തിരിച്ചു പോകാനുള്ള വഴിയറിയത്തില്ല ഗൈസ്. പെട്ടു. ഡ്രോപ്പ് ചെയ്യാം. ഫുഡ് എടുത്ത് കഴിപ്പിച്ചേക്കാം. എപ്പോഴും ആവശ്യമായെന്ന് പറയാനില്ല. തിരിച്ചുള്ള വഴിയറിയത്തില്ല. ഡ്രോപ്പ് ചെയ്യാം. ഫ്ലാഷ് ലൈറ്റ് സേവ് ചെയ്യാം. ലെഗ് പീസ് ശരി. പ്രശ്നം ഇങ്ങോട്ടാണ് വരത്തില്ലാന്ന് തോന്നുന്നു കേട്ടോ. വരത്തില്ലാന്ന് തോന്നുന്നു. വയസ്സെത്തി അവസാനം. അല്ല ഇതല്ല ഇതപ്പുറത്ത്. കണ്ടിടിച്ച് ബേസ് ഒന്ന് അടിച്ച്. ഇനി സീനില്ല. പടാ സൂക്ഷിക്കണം. ഞാൻ സ്പ്രിൻ്റാണ് ചെയ്യാൻ പൊട്ട. യെസ്. ഹെൽത്ത് കൂട്ടണമെങ്കിൽ മെഡിക്കറ്റ് വേണം ഗൈസ്. അതാണ് പ്രശ്നം. ഇപ്പോൾ ഫുഡ് വെച്ച് ഹെൽത്ത് കൂട്ടാനില്ല, എനർജി കൂട്ടാൻ പറ്റും. അതൊരു പ്രശ്നമാണ്. ഇവിടെ ഒരു എംപ്ലോയി ഇപ്പോൾ അങ്ങോട്ട് പോകണമുണ്ട് ഞാൻ. പക്ഷേ ഇങ്ങോട്ട് അതേ പോകണം. അയ്യോ എൻ്റെ കണ്ട് ഒരു എംപ്ലോയി ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് വേണം. രാവിലെ ആയി. വെറുതെ രാവിലെ രാവിലെ നമ്മളെന്താ ചെറുത് ഒരു കട്ടാനെന്ന് തോന്നുന്നു. ഇവിടെ എവിടെയായിട്ടായിരുന്നു എൻ്റെ സാധനം ഡ്രോപ്പ് ചെയ്ത്. അതിൻ്റെ അടുത്തിട്ട് ഞാൻ ഒരെണ്ണം കൂടെ കണ്ടായിരുന്നു, മറ്റേ ക്രാഫ്റ്റ് ചെയ്യുന്ന സാധനം. അതിനൊരു ഇതെണ്ണം മതി നമുക്ക് എൻ്റെ ബാക്ക് പാക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ. എല്ലായിടത്തും വൈകിട്ട് വലിയ വെക്കണ്ട. ഡേഞ്ചറാ ഇതൊക്കെ പിടിച്ചേക്കാം. കാരണം താഴെയൊക്കെ ഇട്ടേക്കുന്നേ മാത്രമല്ല ഈ സ്റ്റോറി ഞാൻ മാത്രമേ എടുത്തുള്ളൂ കസ്റ്റമറായിട്ട്. ബാക്കി ആരും കസ്റ്റമറില്ല. വൈ ബ്രോ. ഇവിടെയാണ്. ഓക്കെ, ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്തത്. എൻ്റെ നമ്മൾ കണ്ടത് പറ്റിയും ബേസ് എടുത്തിടാം. ഉണ്ട്. ഓക്കെ, ഡ്രോപ്പ് ചെയ്യാൻ ആൾക്കാലത്തേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതും നമുക്ക് എടുക്കാം. സ്റ്റാക്ക് ചെയ്തില്ല, പ്രശ്നം. സ്റ്റാക്ക് ആകത്തില്ല. നമുക്കിത് ബേസിക് കൊണ്ട് ഇടാം. ഇവിടെ ഉണ്ടോണ്ട് ക്രാഫ്റ്റ് ചെയ്യാൻ തോന്നുന്നു. യെസ് സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ വെക്കാം അല്ലേ? പൊടി. ഓക്കെ, ആൻഡ് നമ്മുടെ ഫുഡ് നമുക്ക് ഇവിടെ ആക്കാം. ഒരു ഫുഡ് നമുക്ക് ചേട്ടാ എടുക്ക്. എൻ്റെ ഒരു ഫുഡ് നമ്മുടെ ബാക്ക് പാക്കിനകത്ത് ട്രൈ ചെയ്തു. ഓക്കെ, 2-3 ഫുഡ് നമ്മൾ ബാക്ക് പാക്കിനകത്ത് വെക്കാം. കാരണം നമ്മൾ ഈ നൈറ്റ് ഫൈറ്റ് ചെയ്യാൻ പോയി. I do not care. So I do not care. So നമ്മൾ ഈ നൈറ്റ് ഫൈറ്റ് ചെയ്യാൻ പോയി. ഓക്കെ വാ മറിയിക്കാം. അവൻ്റെ വേസ്റ്റിനോട് വെക്കാം. ഓ
Oh, should. We are saved, bro. Oh, 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 oh. I'm dead. I'm dead. Guys, മറ്റേ അവിടെ എന്തോ എൻ്റെ അകത്ത് എറിഞ്ഞു guys. മറ്റേ ആ bruh. Oh, അവിടെ എന്തോ എൻ്റെ അകത്ത് എറിഞ്ഞണേ തീർന്നത് ഇവിടെ ബാക്ടീരിയ പോലത്തെ ഒരു സാധനം. Oh man. Yes.